രാവിലെ 8 മണിക്ക് പോയ കറണ്ടാണ് 5 മണിക്ക് വരുള്ളൂ അത്രേ. നമ്മളെ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ തീരുമെന്ന് പടച്ചവന് മാത്രമേ അറിയുള്ളൂ. 4 മാസമായി ഗ്യാസ് വാങ്ങിയിട്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും തീരും, എപ്പോൾ വേണമെങ്കിലും പ്രസവം നടക്കുന്ന മാതിരി എപ്പോൾ വേണമെങ്കിലും ഗ്യാസ് തീരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മിച്ചറും കട്ടൻ കാപ്പി ആക്കിയിട്ടുണ്ട്. ഏട്ടന് ഓട്സും കൂടെ ഉണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ മാങ്ങയുള്ളതുകൊണ്ട് മാങ്ങയ്ക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ചേച്ചി. അപ്പം പാലുകൊണ്ടിരുന്ന ചേച്ചി എനിക്ക് ചീര കൊണ്ട് തന്ന്. അപ്പം ഞാൻ ചേച്ചിക്ക് 4 മാങ്ങയും കൊടുത്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വിശപ്പ് മാറാത്തത് കൊണ്ട് ഞങ്ങൾ ഓരോരോ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തിന്ന്. ഇവർ ഈ തീറ്റ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ പട്ടിണി പാവങ്ങളെന്ന്. അല്ല, അത് എത്ര ബിരിയാണി തിന്നാലും ഓല ഐസ്ക്രീം തീറ്റ അങ്ങനെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ആൻറ്റിയാണ് കേട്ടോ. ആ ആൻറ്റിക്ക് ഞാൻ 4 പഴുത്ത മാങ്ങ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വടുക്കോർത്ത് വന്നിരുന്നിട്ട് മാങ്ങ ഉപ്പും മുളകും ഇട്ട് തിന്നെയാണ് കേട്ടോ. ഈ പഴുത്ത മാങ്ങ തിന്ന് മടുത്തത് കൊണ്ട് ഇപ്പം ഇങ്ങനത്തെ പുതിയ പരീക്ഷണങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എന്താ പറയുക മറ്റേ സാധനം കോവയ്ക്കൻ്റെ വള്ളീനെ ഒന്ന് പടർത്താൻ വിട്ട്. പിന്നെ കുടുവിന് ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് വേണമല്ലോ. അപ്പോൾ അതിന് മഞ്ഞളരച്ച് മുഖത്തിട്ടുന്ന ഐഡിയ ഒക്കെ കാണിച്ചു കൊടുത്തതാണ്. അപ്പോഴേക്കും കുടുവിന് തങ്കമണി ആൻറ്റി അപ്പുറത്തെ വീട്ടിൽ നിന്ന് മാങ്കോസ്റ്റീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 3 എണ്ണം. അപ്പം ഞങ്ങൾക്ക് 3 ആൾക്ക് ഓരോന്ന് വെച്ചാണല്ലോ കണക്ക്. അപ്പോൾ ഞങ്ങൾ 3 ആൾക്കാർ ഓരോന്നെടുത്ത് അത് തിന്ന്. പണ്ട് നമ്മൾ താമസിച്ചിരുന്നിടത്ത് മാങ്കോസ്റ്റീനൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ മാങ്കോസ്റ്റീൻ കഴിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. മറ്റേ ബഷീറിൻ്റെ കഥയിൽ മാങ്കോസ്റ്റീൻ മരത്തിന് ചൂട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മാങ്കോസ്റ്റീൻ അറിയില്ലല്ലോ. പിന്നെ നമുക്കിന്ന് കറൻറ്റും സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു മോര് താളിപ്പും ചീരപ്പേരിയൊക്കെ ആയിട്ട് ചോറും തിന്ന് ഇന്നത്തെ ദിവസം തീർന്നു.